അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരു ഹോം സ്കൂളിങ്ങിൻ്റെ കൂടി നോട്ട് നിങ്ങൾക്ക് തരികയാണ്. മൂന്നാമത്തെ ഓഫ്ലൈൻ ഹോം സ്കൂളിങ്ങിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഫലമുള്ള ചില്ലയെ താഴൂ എന്നതാണ് നമ്മുടെ വിഷയം. അറിവുള്ളവനെ വിനയമുണ്ടാകൂ എന്നത്. കല്ലുകൊണ്ട് നല്ലൊരു രൂപമുണ്ടാക്കി, ഒരു വൃക്ഷത്തിൻ്റെ രൂപമുണ്ടാക്കിയ ആളോട് എങ്ങനെയാണ് താങ്കൾക്കിത് സാധിച്ചത് എന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയുന്നത്, ഞാൻ ഉദ്ദേശിച്ച രൂപത്തെ മനസ്സിൽ കണ്ടു, എന്നാൽ ആ രൂപമല്ലാത്തത് മുഴുവൻ ചെത്തിക്കളഞ്ഞു. അതുപോലെയാണ് സൽസ്വഭാവം രൂപീകരിക്കുന്നതിന് ദുസ്വഭാവത്തെ മുഴുവൻ നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട്. ഒരു ദുസ്വഭാവത്തിന് പകരം ചേർക്കേണ്ട ഒരു സൽസ്വഭാവം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് അഹങ്കാരത്തിന് പകരം ചേർക്കേണ്ടത് വിനയമാണ്. അപ്പോൾ അതിനെ ജീവിതത്തോട് ചേർത്ത് വെക്കുമ്പോൾ യഥാർത്ഥത്തിൽ അഹങ്കാരം വിട്ടുപോകും, വിനയം ചേർത്ത് വെക്കും. അപ്പോൾ വിനയത്തിലേക്ക് ഒരാൾ മാറുമ്പോൾ അഹങ്കാരം വിട്ടുപോകും. സത്യസന്ധതയിലേക്ക് ഒരാൾ മാറുമ്പോൾ കളവ് അയാളിൽ നിന്നും പോകും. ആത്മാർത്ഥതയിലേക്ക് മാറുമ്പോൾ കാപട്യം അയാളിൽ നിന്നും വിട്ടുപോകും. അങ്ങനെയാണ് വെളിച്ചം വരുമ്പോൾ ഇരുട്ട് നീങ്ങുന്നത് പോലെ. എന്താണ് അഹങ്കാരം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അൽ കിബ്റു ബത്റുൽ ഹഖ്, സത്യത്തെ നിരാകരിക്കലാണ് അഹങ്കാരം. വഅംതുന്നാസ്, ജനങ്ങളെ ചെറുതായി കാണലും. അള്ളാഹുവിനെയും റസൂലിനെയും ചെറുതായി കാണുന്നവനാണ് അള്ളാഹുവിനും റസൂലിനും എതിര് പ്രവർത്തിക്കുക. ഇച്ഛകളെ വലുതായി കാണുന്നവനാണ് അള്ളാഹുവിനും റസൂലിനും എതിര് പ്രവർത്തിച്ച് ഇച്ഛകൾക്ക് തൃപ്തികരമായ രൂപത്തിൽ മുന്നോട്ട് പോവുക. അള്ളാഹുവിനും റസൂലിനും മറ്റെന്തിനേക്കാളും വില നൽകുന്നവനാണ് മുഅ്മിൻ. അവനാണ് യഥാർത്ഥത്തിൽ വിനയമുള്ളവൻ. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറ. തനിക്ക് സന്മാർഗം വ്യക്തമായി കഴിഞ്ഞ ശേഷവും ആരെങ്കിലും അള്ളാഹുവിൻ്റെ ദൂതരുമായി എതിർത്തു നിൽക്കുകയും സത്യവിശ്വാസികളുടേതല്ലാത്ത മാർഗം പിന്തുടരുകയും ചെയ്യുന്ന പക്ഷം അവൻ തിരിഞ്ഞ വഴിക്ക് നാം അവനെ തിരിച്ചുവിടും, നരകത്തിലിട്ട് നാം അവനെ കരിക്കുന്നതുമാണ്. അതെത്ര മോശമായ പര്യവസാനം. സന്മാർഗം കിട്ടിയതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർക്കുന്നവൻ മോശക്കാരനും നരകത്തിന് അർഹനുമാണ്. സത്യവിശ്വാസികളുടെ മാർഗം കണ്ടിട്ട് അതിൽ നിന്ന് മാറി ദുനിയാവിൻ്റെ ഒരു മാർഗത്തിലേക്ക് മാറുമ്പോഴും അവനും യഥാർത്ഥത്തിൽ നരകത്തിലേക്ക് പോകുന്ന ആളാണ്. നന്മ സ്വീകരിക്കുന്നതിനും തിന്മ ഒഴിവാക്കുന്നതിനും മനുഷ്യൻ യഥാർത്ഥത്തിൽ മറ്റുള്ളവരുടെ കാര്യം ശ്രദ്ധിക്കും. അവൻ നന്മ സ്വീകരിക്കുന്നില്ല, അവൻ തിന്മ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ്. എന്നാൽ സ്വന്തത്തിൽ വരുന്ന തിന്മകളെക്കുറിച്ചും സ്വന്തം ഉപേക്ഷിക്കുന്ന നന്മകളെക്കുറിച്ചും ആരും ചിന്തിക്കുന്നില്ല. നന്മ കൽപ്പിച്ചു എന്നാൽ നന്മ പ്രവർത്തിച്ചില്ല, തിന്മ വിരോധിച്ചു എന്നാൽ അതിൽ നിന്ന് വിട്ടുകളഞ്ഞതുമില്ല. നരകത്തിൽ ആസുകല്ലിൽ കഴുത തിരിയുന്നത് പോലെ കുടൽമാല പുറത്തു വന്ന് ചുറ്റുന്നവനെ കണ്ടപ്പോൾ എന്താണ് ഇതിന് കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി എന്താ? അദ്ദേഹത്തിൻ്റെ മറുപടി ബല കുന്തു ആമിറു ബിൽ മഅറൂഫ് വലാ ആതിഹി, ഞാൻ നന്മ കൽപ്പിച്ചിരുന്നു, പക്ഷേ ആ നന്മയിലേക്ക് എനിക്കെത്താൻ കഴിഞ്ഞിട്ടില്ല. വ അൻഹ അനിൽ മുൻകരി വ ആതിഹി, തിന്മ വിരോധിച്ചു എന്നാൽ ആ തിന്മയിലൊക്കെ ഞാൻ ചെന്നുപെടുകയും ചെയ്തു. വല്ലാത്ത ദുരന്തമാണത്. നാളെ പരലോകത്ത് കുടൽമാല പുറത്തു വന്ന് കഴുത ആസികല്ലിൽ ചുറ്റുന്നത് പോലെ ചുറ്റേണ്ട അവസ്ഥ. രക്ഷിതാക്കൾ കൃത്യമായി ആലോചിക്കണം. ഇങ്ങനെ ചുറ്റേണ്ട അവസ്ഥ പ്രബോധകർക്ക് മാത്രമല്ല, നന്മ ഉപദേശിക്കുന്ന തിന്മയെ വിരോധിക്കുന്ന ഏതൊരാൾക്കും വരാൻ സാധ്യതയുണ്ട്. നമ്മൾ മക്കളെ നന്മ ഉപദേശിക്കാതിരിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ ആ നന്മ പാലിക്കാനും തിന്മ വിരോധിക്കാതിരിക്കുമോ? ഇല്ലല്ലോ. ആ തിന്മ നമുക്കും അത് പാടില്ലെന്ന് പറയാനും സാധിക്കുമ്പോഴാണ് യഥാർത്ഥ പാരൻറ്റിങ്ങിലും നാളെ പരലോകത്ത് സ്വർഗത്തിലും എത്തിച്ചേരുക. ഖുർആൻ പറയുന്നുണ്ട്, തഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ അഫലാ തഅഖിലൂൻ. നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും നിങ്ങളുടെ സ്വന്തം കാര്യത്തിൽ അത് മറന്നു കളയുകയുമാണോ?
നിങ്ങൾ വേദഗ്രന്ഥം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നുവല്ലോ, നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത്? ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ കബറ മഖ്തൻ ഇൻദല്ലാഹ്. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ഒരു കാര്യമാണ് പറയുന്നത് ചെയ്യാതിരിക്കുക എന്നത്, അഥവാ ചെയ്യാത്തത് പറയുക എന്നുള്ളത്. ഇതാണ് ആളുകളുടെ അവസ്ഥ. സ്കൂളോ ഖുർആൻ രക്ഷിതാക്കളിൽ ഈ അവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി മിസ്കാല ദർറത്തിൻ മിനൽ കിബ്ർ. അണുവോളം ഹൃദയത്തിൽ അഹങ്കാരമുള്ളവൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ അഹങ്കാരത്തെക്കുറിച്ച് കൃത്യമായി അറിയുകയും അതിനെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയുകയും ചെയ്യാൻ നമുക്ക് സാധിക്കാം. ഒരു ദുസ്വഭാവം കൊണ്ട് ഒരു സൽസ്വഭാവത്തെ വളർത്താൻ സാധിക്കുകയില്ല. ഒരു ദുസ്വഭാവം കൊണ്ട് ഒരു ദുസ്വഭാവത്തെ എടുത്തു കളയാനും സാധിക്കുകയില്ല. ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദുസ്വഭാവികളാണ് മിക്കവാറും രക്ഷിതാക്കളായി മാറുക. രക്ഷിതാക്കൾ ദുസ്വഭാവികളായി മാറാനുള്ള കാരണം മക്കളെ സൽസ്വഭാവികളാക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ദുസ്വഭാവത്തിലൂടെ ഒരു മാറ്റം ഉണ്ടാക്കുക എന്നതൊരിക്കലും ഒരാളെ കൊണ്ടും സാധ്യമായ കാര്യമല്ല. സ്വന്തക്കാരോട് ദുസ്വഭാവവും അന്യരോടൊരു സൽസ്വഭാവവും എടുക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ പാടില്ല. അയൽപ്പക്കക്കാരിയോട് നല്ല നിലക്ക് പെരുമാറും, എന്നാൽ ഭർത്താവിനോട് മോശമായി പെരുമാറും. അല്ലെങ്കിൽ അയൽപ്പക്കക്കാരനോട് നല്ല നിലയിൽ പെരുമാറും, ഭാര്യയോട് മോശമായി പെരുമാറും. അങ്ങനെയുള്ളവരെ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? നിങ്ങളോട് മോശമായി പെരുമാറുകയും മറ്റുള്ളവരോടൊക്കെ നല്ല നിലയിൽ പെരുമാറുകയും ചെയ്യുന്ന ഒരാളെ ഇഷ്ടപ്പെടാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല. അപ്പോൾ ഉമ്മ അങ്ങനെയാണെങ്കിൽ, ഉപ്പ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എല്ലാവരോടും എല്ലായ്പ്പോഴും സൽസ്വഭാവിയായി തന്നെ മാറണം. ചില മാതാപിതാക്കൾ പറയാറുണ്ട്, അവൻ എല്ലാവരോടും നല്ല സൽസ്വഭാവിയാണ്, ഞങ്ങളോട് മാത്രമാണ് ഇങ്ങനെ എന്ന് പറയാറുണ്ട്. ഭാര്യ, ഭർത്താവ്, മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ ഇവർക്ക് തമ്മിൽ സ്നേഹിക്കണം, ബഹുമാനിക്കണം, വിലവെക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മൾ ഇങ്ങനെ ആകാതിരുന്നാൽ മതി. മറ്റുള്ളവരെ വിലവെക്കാതിരിക്കുന്നവർ, അവരാദരിച്ചില്ല, അപമാനിച്ചു, ചെറുതായി കണ്ടു, ഇതൊക്കെ അഹങ്കാരത്തിൻ്റെ ഇനങ്ങളാണ്. മറ്റുള്ളവരെ വിലവെക്കാത്തതും ആദരിക്കാത്തതും അപമാനിക്കുന്നതും ചെറുതായി കാണുന്നതൊക്കെ അഹങ്കാരത്തിൻ്റെ ഇനങ്ങളാണ്. അഹങ്കാരം നമ്മൾ ഒഴിവാക്കണം. ഒന്നാമത്തേത് അള്ളാഹുവിനെയും റസൂലിനെയും അംഗീകരിക്കുക. നമ്മുടെ ഇച്ഛകളെ ഇക്കാര്യത്തിൽ മാറ്റി നിർത്തുക. നമ്മുടെ താല്പര്യങ്ങളെക്കാൾ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും താല്പര്യത്തെ നമുക്ക് പാലിക്കാൻ കഴിയണം. അതേപോലെ മറ്റുള്ളവരെ ബഹുമാനിക്കുക, അവരെ ത്യാഗങ്ങളെ ഉൾക്കൊള്ളുക. ഓരോരുത്തരും ത്യാഗികളാണ്. ബാത്റൂമിൽ പോകാനും വസ്ത്രം ധരിക്കാനും ഭക്ഷണം കഴിക്കാനും വിരിപ്പ് വിരിക്കാനും എല്ലാറ്റിനും ത്യാഗമുണ്ട്. ഡ്രസ്സ് ഇടാൻ ത്യാഗമുണ്ട്. ഇപ്പോൾ ത്യാഗികളല്ലാത്ത ആരെങ്കിലും ലോകത്തുണ്ടോ? ഇല്ല. അപ്പം എല്ലാവരും ത്യാഗികളാണെങ്കിൽ എല്ലാവരെയും ബഹുമാനിക്കണം. മറ്റുള്ളവരുടെ കഴിവുകൾ അംഗീകരിക്കുക, അവരെ പ്രശംസിക്കുക, അവർക്ക് അവസരങ്ങൾ നൽകുക. ഇതൊക്കെ അഹങ്കാരം ഒഴിവാക്കാനും വിനയം നേടാനുമുള്ള കുറുക്കുവഴികളാണ്. സ്വന്തം തെറ്റുകൾ അംഗീകരിക്കുക, എന്നിട്ട് തെറ്റു തിരുത്താൻ വേണ്ടി സന്നദ്ധനാവുക. അത് വിനയത്തിൻ്റെ ലക്ഷണമാണ്. അഹങ്കാരമില്ലായ്മയുടെ തെറ്റു തിരുത്താതെ ഞാൻ പറഞ്ഞ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കും, എന്തു വന്നാലും വേണ്ടിയില്ല എന്ന് നിൽക്കുന്നത് തനിച്ച അഹങ്കാരമാണ്. ആ അഹങ്കാരത്തിൽ ഒരിക്കലും നമ്മൾ ഉണ്ടാകാൻ പാടില്ല. നന്മകൾ ചെയ്യുക. നന്മ ചെയ്യാനുള്ള താല്പര്യം അഹങ്കാരത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കും. അങ്ങനെയുള്ള താല്പര്യം വിനയത്തിലേക്ക് നമ്മളെ എത്തിക്കും. ആറാമത്തത് കഠിനാധ്വാനം ചെയ്യുക. അത് വിനയത്തിൻ്റെ ലക്ഷണമാണ്. അഹങ്കാരി ഒരിക്കലും കഠിനാധ്വാനത്തിലേക്ക് മുന്നിട്ട് വരികയില്ല. കൃതജ്ഞതയുള്ളവരായിരിക്കുക. നന്ദി വിനയത്തിൻ്റെ ഭാഗമാണ്. നന്ദികേട് അഹങ്കാരത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് സ്വന്തം നേടിയതാണ് എന്ന വിചാരം വേണ്ട. എല്ലാം അള്ളാഹു തന്നതാണ് എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ളവരുടെ നേട്ടങ്ങൾ ആഘോഷിക്കുക, അത് വിനയമാണ്. മറ്റുള്ളവർക്കൊരു ഗുണം വന്നാൽ അതിൽ അത്യധികം സന്തോഷിക്കുക എന്നുള്ളത് മാനസിക വിശാലതയാണ്. ഈ മാനസിക വിശാലതയാണ് നമുക്ക് വലിയ ഒരു സന്തോഷം തരികയും വിനയം തരികയും ചെയ്യുക. അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുക. കാരണം എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിൽ നിന്നാണ്. എല്ലാ ഉപദ്രവങ്ങൾ തടുക്കുന്നതും അള്ളാഹുവാണ്. അപ്പോൾ ഉപദ്രവങ്ങൾ നീങ്ങിപ്പോകാനും അനുഗ്രഹങ്ങൾ നിലനിൽക്കാനും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അപ്പോൾ അള്ളാഹുവിന് വിനയപ്പെടണം.
അപ്പോൾ ആ വിനയം, അള്ളാഹുവിനോട് വിനയപ്പെടണമെങ്കിൽ നാട്ടുകാരോട് വിനയപ്പെടണം, വീട്ടുകാരോട് വിനയപ്പെടണം. ഒരു കാര്യം നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്, അഹങ്കാരം ഒഴിവാക്കുക എന്നത് ഒരു ദിവസത്തെ ജോലിയല്ല. ഇനി ഇത്രയും ക്ലാസ് കേട്ടിട്ട് എനിക്ക് അഹങ്കാരമില്ല എന്നുറപ്പിച്ച് പറയാൻ കഴിയുന്നവർ അൽഹംദുലില്ലാ. പക്ഷെ ചില ആളുകൾക്ക് ഇനിയും അഹങ്കാരം തിരിച്ചറിയാത്ത ഒരു രോഗം ബാധിച്ചിരിക്കുന്നു. സുയ്യിന ലഹും ശൈത്താന അഅ്മാലഹും, അവിടെ പ്രവർത്തനം അവർക്ക് നന്നായി കാണിച്ചു കൊടുക്കുന്ന ഇത് തുടർച്ചയായ ഒരു പ്രക്രിയയാണ് ശരിക്കും അഹങ്കാരം ഒഴിവാക്കുക. ക്ഷമയോടെ നിരന്തരമായ പരിശ്രമത്തിൽ നമുക്ക് അഹങ്കാരത്തെ കീഴ്പ്പെടുത്താൻ പറ്റും. ലുക്മാൻ അലൈഹിസ്സലാം മകനോട് ഉപദേശിക്കുന്ന ഒരു ഉപദേശമുണ്ട്. എന്താണ്? അഹങ്കാരത്തിൽ നിന്നും പൂർണ്ണമായി വിരോധിക്കുന്ന വാക്കുകളാണത്. വലാ തുസഗിർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർളി മർഹ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. നീ മനുഷ്യരോട് കവിൾ കോട്ടരുത്, മുഖം തിരിക്കരുത്, അഹന്ത കാട്ടി ഭൂമിയിൽ നടക്കുകയും അരുത്. നിശ്ചയമായും ദുരഭിമാനിയായ ഓരോ അഹങ്കാരിയെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നതല്ല. വഖ്സിദ് ഫീ മശീക, നീ നടത്തത്തിൽ കരുതിക്കൊള്ളുക, മിതത്വം പാലിക്കുകയും ചെയ്യുക. നടത്തം സ്വഭാവത്തെ രൂപീകരിക്കും. അതിനാൽ നടക്കുമ്പോൾ വിനയം വേണം, എന്നാൽ പെരുമാറ്റത്തിൽ വിനയം കൊണ്ടുവരാൻ സാധിക്കും. അപ്പം നടത്തം എന്നത് പെരുമാറ്റത്തിൻ്റെ ഒരു ഭാഗമാണ്. നടത്തത്തിൽ വിനയമുണ്ടായാൽ പെരുമാറ്റത്തിൽ വിനയമുണ്ടാകും. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന, റഹ്മാനായുള്ളവൻ്റെ പരമകാരുണികൻ്റെ അടിയാന്മാർ ഭൂമിയിൽ വിനയത്തോടുകൂടി നടക്കുന്നവരത്രേ. ശബ്ദമുയർത്തൽ അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. വഗ്ളുദ് മിൻ സൗതിക ഇന്ന അൻകറൽ അസ്വാത ലസൗതുൽ ഹമീർ. കഴുതയുടെ ശബ്ദമാണ് ഏറ്റവും മോശപ്പെട്ട ശബ്ദം. ആ ശബ്ദത്തോടാണ് ശബ്ദമുയർത്തുന്ന ഒരാളെ ഉദാഹരണത്തിന് എടുത്തു വെച്ചത്. അപ്പോൾ ഉയർന്ന ശബ്ദത്തോട് അള്ളാഹുവിൻ്റെ വെറുപ്പാണ് കഴുതകളുടെ ശബ്ദവുമായി ഇത് എടുത്തു പറഞ്ഞത്. എനിക്കില്ലല്ലോ അത്. എൻ്റെ മക്കളോട്, എൻ്റെ ഭർത്താവിനോട്, എൻ്റെ ഭാര്യയോട് ഞാൻ ദേഷ്യപ്പെട്ട് ശബ്ദമുയർത്തി സംസാരിക്കാറില്ല എന്നുറപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ കുടുംബത്തിന് കൂടുതൽ ഉപകാരം ചെയ്തവനാണ്, എൻ്റെ തണലിലാണ് ഈ കുടുംബം ജീവിക്കുന്നത്, ഞാനില്ലെങ്കിൽ കാണാമായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ഭാര്യമാരും ഭർത്താക്കന്മാരും ഉള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആരില്ലെങ്കിലും അള്ളാഹു ഉണ്ടെങ്കിൽ മറ്റുള്ളവരൊക്കെ ജീവിച്ചു പോകുമെന്ന് ധാരാളം മരണങ്ങൾ നമ്മുടെ മുന്നിൽ നടന്ന് നമ്മളെ തെളിയിച്ചതാണ്. അൽഹാക്കുമുത്തക്കാസുർ, പരസ്പരം പെരുപ്പം കാണിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുകയാണ്. ഹത്താ സുർത്തുമുൽ മക്കാബിർ, നിങ്ങൾ ഖബർസ്ഥാനുകൾ സന്ദർശിക്കുന്നത് വരെ. ഈ പെരുമ നടിക്കൽ ഖബറിലെ ഇടുങ്ങിയ ഇരുട്ടറക്കുള്ളിൽ പുഴുക്കൾ തിന്നു തീർക്കുന്ന ആ ഇടത്ത് എത്തുമ്പോൾ ഈ പെരുമ നടിക്കലും കാര്യങ്ങളൊക്കെ പോകും. വിനയം വേണമെന്നതാണ് പ്രധാനം. മാന്യമായ പെരുമാറ്റം പെരുമാറണമെങ്കിൽ വിനയം ആവശ്യമാണ്. വാക്കുകൾ കൊണ്ട് ഹൃദയം മുറിക്കാതിരിക്കുക, മറ്റുള്ളവർക്ക് അവസരം നൽകുക, ഇഹലോകത്തിൻ്റെ നിസ്സാരത മനസ്സിലാക്കുക. മാന്യമായ പെരുമാറ്റത്തിന് എന്തു വേണം? വിനയം വേണം. വാക്കുകൊണ്ട് മറ്റുള്ളവൻ്റെ ഹൃദയത്തിൽ കോറിയിടപ്പെടുന്ന മുറിയുടെ വേദന അത് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. മറ്റുള്ളവർക്ക് അവസരം നൽകുക എന്നത് വിനയത്തിൻ്റെ ലക്ഷണമാണ്. അഹങ്കാരി എല്ലാം താൻ ചെയ്യണമെന്ന് തീരുമാനിക്കും. ഇഹലോകത്തിൻ്റെ നിസ്സാരത നമ്മൾ മനസ്സിലാക്കണം. വളരെ ചുരുങ്ങിയ സമയം, ജനിക്കുമ്പോൾ ബാങ്ക് കൊടുക്കുക എന്നൊരു ആചാരം ഉണ്ടായിരുന്നു. അപ്പോൾ ജനിക്കുമ്പോൾ ബാങ്ക് കൊടുക്കുന്ന ആളുകൾ, അവർ ബാങ്ക് കൊടുത്തതിൻ്റെ നമസ്കാരം മരിച്ചതിന് ശേഷമാണ്. മയ്യത്ത് നമസ്കാരം ബാങ്കില്ലാത്ത നമസ്കാരമാണ്. അപ്പോൾ ഒരു ബാങ്ക് കൊടുത്ത് നമസ്കരിക്കുന്നതിൻ്റെ സമയം വരെ മാത്രമേ നമ്മൾ ജീവിച്ചിരിക്കുന്നുള്ളൂ എന്നതാണ് ആ ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്നാരോ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. എന്തായിരുന്നാലും വളരെ കുറഞ്ഞ കാലഘട്ടമാണ് ഈ ജീവിതമുള്ളത് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ നിരന്തരമായി നമ്മോട് തന്നെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടാൻ വിനയമുണ്ടായാൽ മതി. അബൂ യസീദുൽ ബസ്താമിയോട് ചോദിച്ചു, ഒരു മനുഷ്യൻ എപ്പോഴാണ് വിനയമുള്ളവനാവുക? അദ്ദേഹം പറഞ്ഞു, തനിക്കൊരു പ്രത്യേക സ്ഥാനമോ അവസ്ഥയോ ഇല്ലെന്ന് അയാൾ കരുതുമ്പോഴും, മറ്റുള്ളവരെക്കാൾ താൻ നിസ്സാരനാണെന്ന് കരുതുമ്പോഴും, സ്ഥാനമാനങ്ങളോ സമ്പത്തോ സൗന്ദര്യമോ വിചാരിച്ച് പെരുമ നടിക്കാതെ വിനയത്തോടുകൂടി പെരുമാറുക. മറ്റുള്ള ആളുകൾക്ക് തന്നെക്കാൾ ഉണ്ട്, അവരെയൊക്കെ ബഹുമാനിക്കണം, ആദരിക്കണം എന്നതിലേക്ക് വരുമ്പോഴാണ് ശരിക്കും വിനയം വന്നു ചേരുകയും അഹങ്കാരം ഇല്ലാണ്ടാവുകയും ചെയ്യുക. ഖാല ലഹുമുൽ ഹസൻ
അൽ തദ്റൂനമാ മത്തവാള, എന്താണ് തവാള്, വിനയം എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ഹസൻ റഹ്മത്തുള്ള ചോദിച്ചതിന് ശേഷം പറയുകയാണ്, വിനയം എന്നത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തു വന്ന് ഒരു മുസ്ലിമിനെ കാണുമ്പോൾ അയാൾക്ക് നിങ്ങളെക്കാൾ ഒരു മേന്മയുണ്ടെന്ന് കരുതുകയാണ്. നമ്മളെക്കാൾ മേന്മയുള്ളവരാണ് എല്ലാവരും എന്ന് വിചാരിച്ച് അവരെ ബഹുമാനിക്കുമ്പോൾ നമുക്ക് വിനയമുണ്ടായി. വിനയം കാണിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ അറിയണം. ഒന്ന്, സമാധാനവും സ്വസ്ഥതയും ലഭിക്കും. വിനയമുള്ളവർക്ക് മാനസികമായ സമാധാനം ലഭിക്കും. അവർക്ക് മറ്റുള്ളവരുമായി എളുപ്പത്തിൽ ഇടപഴകാൻ സാധിക്കും. അഹങ്കാരത്തിൻ്റെ ദൂഷ്യങ്ങളൊന്നും തന്നെ വരാതിരിക്കൽ എത്ര സന്തോഷകരമായ കാര്യമാണ്. അതുതന്നെ നമുക്ക് എത്ര സ്വസ്ഥതയും സമാധാനവും പ്രദാനം ചെയ്യും. അന്യരാൽ ബഹുമാനിക്കപ്പെടും വിനയമുള്ളവരെ എല്ലാവരും ബഹുമാനിക്കും. അവിടെ വാക്കുകൾക്ക് മൂല്യമുണ്ടാകും. പരിഗണിക്കപ്പെടുക എന്ന വലിയ സന്തോഷം തന്നെയായിരിക്കും അവർക്ക് അപ്പോഴും ഉണ്ടാവുക. 3, സ്നേഹം നൽകാൻ കഴിയും. വിനയമുള്ളവർക്ക് എല്ലാവരോടും സ്നേഹം തോന്നും. അവർക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനും പൊറുക്കാനും കഴിയും. അത് വല്ലാത്തൊരു സൗഭാഗ്യം തന്നെയായിരിക്കും. ജീവിതത്തിൽ വിജയം വരിക്കും. താഴ്മയുള്ളവർക്ക് ജീവിതത്തിൽ വിജയം സാധ്യതയുണ്ട്. കാരണം അവർ പഠിക്കാൻ തയ്യാറാണ്. അവർ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. ആവശ്യമുള്ളത് തിരുത്താനും സ്വീകരിക്കാനും അവർ തയ്യാറാണ്. നല്ല സുഹൃത്തുക്കളുണ്ടാകും. താഴ്മയുള്ളവർക്ക് നല്ല സുഹൃത്തുക്കളുണ്ടാകും. കാരണം അവർ മറ്റുള്ളവരെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. അപ്പോൾ അവർക്ക് കൂടുതൽ സുഹൃത്തുക്കളെ കിട്ടും. ഇങ്ങനെയൊക്കെ ഈ വിനയത്തിൻ്റെ ഉപകാരങ്ങൾ നേടിയെടുത്തവരാണോ നമ്മൾ? അതല്ല അഹങ്കാരത്താൽ ഇതൊക്കെ നഷ്ടപ്പെടുത്തിയവരാണോ എന്ന് നെഞ്ചത്ത് കൈവച്ച് നമ്മൾ ചിന്തിക്കണം. ദൈനംദിന ജീവിതത്തിൽ താഴ്മ പ്രകടിപ്പിക്കുന്നത് എങ്ങനെ എന്ന് നമ്മൾ പഠിച്ചെടുക്കണം, മനസ്സിലാക്കണം. ഒന്ന്, മറ്റുള്ളവരെ കേൾക്കുക. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ തന്നെ മറുപടി പറയുന്നത് അക്ഷമക്ക് പകരം ക്ഷമിച്ച് കേട്ടിരിക്കാനുള്ളൊരു മനസ്സുണ്ടായിരിക്കുക. പറയുന്നതിൻ്റെ മറുപടി മനസ്സിൽ വരും, പക്ഷെ മിണ്ടാതിരിക്കുക. അവസാനം അതിൻ്റെ ഖുലാസ പറഞ്ഞ് അതിലുള്ള ഫാൾട്ടുകൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ ഈ പറയുന്ന ആളെന്ത് ചെയ്യുന്നില്ല, ഒരു മോട്ടർ സ്വിച്ചിട്ട് അതിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് വരുമ്പോൾ ടാങ്കിൽ നിന്നും വെള്ളം വരുന്നതിൽ നിന്നൊരു ഹോസ് എടുത്ത് ആ വെള്ളം ഇങ്ങോട്ട് ഫോഴ്സിൽ വരുന്നിടത്തേക്ക് നമ്മൾ അങ്ങോട്ട് വെച്ചു കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? അതേപോലെയാണ് ഒരാളുടെ സംസാരം തീരാതെ അയാളുടെ സംസാരത്തിൽ ഇടപെടുക, മുഴുവൻ കേട്ട എന്നത്. അപ്പോൾ അത് മോശമായ സംഗതിയാണ്. നമ്മുടെ പറച്ചിലിന് ഫോഴ്സ് ഉണ്ടായിരിക്കില്ല, അയാളുടെ ഫോഴ്സിൽ നമ്മൾ ഇല്ലാണ്ടാവുകയും ചെയ്യും. ഇനിയോ, മറ്റുള്ളവരെ പ്രശംസിക്കുക. മറ്റുള്ളവർ നല്ല കാര്യങ്ങൾ പ്രശംസിക്കണം, അത് ഉൾക്കൊള്ളണം. മനസ്സിൻ്റെ വിശാലതയുടെ അടയാളമാണ്, വിനയത്തിൻ്റെ അടയാളമാണ് പ്രശംസിക്കൽ. ഇതുകൊണ്ട് ഒരു നഷ്ടവും വരില്ലെന്ന് മാത്രമല്ല, ധാരാളം ലാഭങ്ങൾ ഒരാളെ പ്രശംസിക്കുക വഴി ഉണ്ടായിരിക്കും. മറ്റുള്ളവരെ സഹായിക്കുക പ്രധാനമാണ്. ആവശ്യമുള്ളവരെ സഹായിക്കുക എന്നത് വിനയത്തിൻ്റെ ലക്ഷണമാണ്. അഥവാ സാധ്യമായിട്ടും സഹായം ചെയ്യാതെ മാറി നിൽക്കുന്നത് തനിച്ച അഹങ്കാരമാണ്. മറ്റുള്ളവരോട് ക്ഷമിക്കുക, തെറ്റുകൾ ചെയ്യുന്നവരോട് ക്ഷമിക്കുക. അവർക്ക് ന്യായീകരണങ്ങൾ ഉണ്ടാവുമെന്ന് കണ്ടെത്തി സമാധാനിക്കുക. ഇനി സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതൽ എടുത്ത് സഹായിക്കുക. അപ്പോൾ ക്ഷമിക്കുമ്പോൾ ഒന്ന് ക്ഷമിക്കുക. 2, അവർക്ക് അത് ചെയ്തതിൽ എന്തെങ്കിലും ന്യായമുണ്ടാകുമെന്ന് വിചാരിക്കുക. 3, സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഉപദേശിക്കുക. അഹങ്കാരം ഒഴിവാക്കണം. അപ്പോഴാണ് വിനയം ഉണ്ടാകുക. തനിക്കെല്ലാം അറിയാം, എല്ലാം ചെയ്യാൻ കഴിയുമെന്ന് കരുതരുത്. തനിക്കും പരിമിതികളുണ്ട്. തന്നെക്കാൾ ചെറിയവർ എന്ന് കരുതുന്നവർക്ക് തനിക്കില്ലാത്ത കഴിവുണ്ടാകുമെന്ന് ചിന്തിക്കുക. നമുക്ക് ഏറ്റവും ചെറിയ ആളാണെന്ന് വിചാരിച്ചാലും നമ്മളെക്കാൾ കഴിവ് അയാൾക്കുണ്ടായി എന്ന് വരാം. അത് നമ്മൾ ആ രൂപത്തിൽ ചിന്തിക്കണം. അള്ളാഹുവിനോട് അടുക്കുക. അള്ളാഹുവിനോട് അടുക്കുന്നതിലൂടെ താഴ്മ സ്വാഭാവികമായും വളരും. താഴ്മയുള്ള ഒരു വ്യക്തി സമൂഹത്തിന് മാതൃകയായിരിക്കും. അവൻ എല്ലാവരുടെയും സ്നേഹവും ബഹുമാനവും നേടും. അഹങ്കാരവും വിനയവും തമ്മിലുള്ള വ്യത്യാസത്തെ നമ്മൾ മനസ്സിലാക്കണം. കുട്ടികളെ വളർത്തുമ്പോൾ അവർക്കത് തിരിച്ചറിയാനുള്ള കാര്യങ്ങൾ പഠിപ്പിക്കണം. വിനയവും അഹങ്കാരവും രണ്ടും തീർത്തും വ്യത്യസ്തമായ ഗുണങ്ങളാണ്. ഒന്ന്, വിനയമുള്ള ഒരു വ്യക്തി താൻ എല്ലാത്തിനും അർഹനല്ലെന്നും മറ്റുള്ളവർക്കും നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടെന്നും മനസ്സിലാക്കും. മറ്റുള്ളവരുടെ കഴിവ് അംഗീകരിക്കുകയും അവർക്ക് അവസരങ്ങൾ കൊടുക്കുകയും ചെയ്യും. മറ്റുള്ളവരെ ബഹുമാനിക്കും, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും ചെയ്യും. അഹങ്കാരിയായ ഒരു വ്യക്തി മറ്റുള്ളവരെക്കാൾ താൻ മികച്ചവനാണെന്ന് വിചാരിക്കും.
മറ്റുള്ളവരെ അവഗണിക്കും. അവരുടെ അഭിപ്രായത്തിന് പുല്ലുവില പോലും എന്ത് ചെയ്യില്ല, അഹങ്കാരി കൽപ്പിക്കുകയില്ല. കുട്ടികളെ എങ്ങനെ വിനയം വളർത്താം എന്നുള്ളതാണ്. വിനയത്തിന് നമ്മൾ ഉത്തമ മാതൃകയാവുക. അത് ഏത് സൽസ്വഭാവത്തിനും അങ്ങനെ തന്നെയാണ്. നമ്മൾ തന്നെ വിനയമുള്ളവരായിരിക്കുക. കുട്ടികളെ നമ്മൾ അനുകരിക്കും, അവർ വിനയത്തിൻ്റെ മാതൃകയാവും. കുട്ടികൾ വിനയം കാണുമ്പോൾ അവരെ പ്രശംസിക്കുക. കുട്ടികൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോഴും മാന്യമായി പെരുമാറുമ്പോഴും അവരെ പ്രശംസിക്കുക. അതേപോലെ വിനയത്തിൻ്റെ ഏത് അടയാളം കണ്ടാലും കുട്ടിയെക്കുറിച്ച് അഭിമാനിക്കുകയും സന്തോഷമറിയിക്കുകയും വേണം. സമൂഹത്തിന് സേവനം ചെയ്യുക, സമൂഹ സേവനത്തിൽ പങ്കെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുക. രോഗികളെയും ആശുപത്രികളെയും സന്ദർശിക്കുന്ന അവസ്ഥ ജീവിതം എന്തെന്നും എത്ര നിസ്സാരമെന്നും മനസ്സിലാക്കാനുള്ള വലിയ പാഠങ്ങളാണ് ഇങ്ങനെ ഇത്തരമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുക. അഭിപ്രായങ്ങൾക്ക് മൂല്യം നൽകാൻ പഠിപ്പിക്കുക. താഴ്മയുള്ള ഒരു വ്യക്തി ജീവിതത്തിൽ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും, അതിനേക്കാൾ വലുത് അഭിപ്രായങ്ങളാണ് എന്ന് വിചാരിക്കുക. അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്നിടത്ത് പല മാറ്റങ്ങളും ജീവിതത്തിൽ വരുത്താൻ നമുക്ക് സാധിക്കും. അള്ളാഹുവിനോടുള്ള താഴ്മ ഏറ്റവും വലിയ താഴ്മയാണ്. അള്ളാഹു നിനക്ക് നൽകിയ അനേകം അനുഗ്രഹങ്ങൾ നിനക്ക് നന്നായി അറിയുകയും ഓർക്കുകയും ചെയ്യുക. അവൻ നിനക്ക് പ്രത്യക്ഷമായ രൂപത്തിൽ അദൃശ്യമായ രൂപത്തിലും അനേകം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ഖുർആൻ പറയുന്നുണ്ട്, വമാബിക്കും മിന്നാമത്തും ഫമിനല്ലാഹ്, നിങ്ങൾക്ക് ലഭിക്കുന്ന നന്മകൾ എല്ലാ നന്മകളും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം, സജാൽ സഹായം പ്രതാപിയും യുക്തിമാനുമായ അള്ളാഹുവിങ്കിൽ നിന്ന് മാത്രമാകുന്നു എന്ന വിശ്വാസം വിചാരമുണ്ടായിരിക്കുക. വിനയം പരിശീലിക്കേണ്ടത് മാതാപിതാക്കളോട് വിനയം കാണിച്ചിട്ടാണ്. അവരോടുള്ള വിനയം മറ്റുള്ളവരോടും കാണിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നല്ല സ്വഭാവമുള്ളവനായിത്തീരും. നിൻ്റെ അവകാശങ്ങളിൽ അള്ളാഹുവിൻ്റെ അവകാശത്തിന് ശേഷം ഏറ്റവും വലിയ അവകാശം മാതാപിതാക്കളോടുള്ള അവകാശമാണ്. മാതാപിതാക്കളുടെ അവകാശം പൂർത്തിയാക്കി കൊടുക്കണം. അള്ളാഹു നിന്നോട് അവരോട് വിനയത്തോടും കീഴടങ്ങാൻ വേണ്ടിയും കൽപ്പിച്ചിരിക്കുന്നു. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്റ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ വഖുൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. റബ്ബ് തീരുമാനിച്ചിരിക്കുന്നു, അവനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. ഏതൊരു മനുഷ്യനും വിനയമുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യും. അവർ രണ്ടാളും തന്നെ എൻ്റെ അടുക്കൽ ഒരു വാർദ്ധക്യം പ്രാപിച്ചാൽ അവരോട് ഛേ എന്ന വാക്ക് പറയരുത്. അറപ്പിൻ്റെയും വെറുപ്പിൻ്റെയും വാക്കുകൾ അവരോട് സൂചിപ്പിക്കരുത്. ആരോടും അങ്ങനെ പറയാതിരിക്കുക എന്നത് വിനയത്തിൻ്റെ ഭാഗമാണ്. അവരിൽ നിന്ന് ഉപദ്രവം നേരിട്ടാൽ പോലും പെരുമാറ്റത്തിൽ മാറ്റം വരുത്താൻ പാടില്ല. അഹങ്കാരികളാണ് പെരുമാറ്റത്തിൽ മാറ്റം വരുത്തി മുന്നോട്ട് പോവുക. അവരോട് കയർത്ത് സംസാരിക്കുകയോ പരുഷവാക്കുകൾ പറയുകയോ ചെയ്യരുത്. അതും മറ്റുള്ളവരോടും പാടില്ല. അതും പോരാ, അവരോട് സംസാരിക്കുന്നതും മാന്യമായ വാക്കുകളായിരിക്കണം. ഖൗലൻ കരീമ. ഈ മാന്യമായ വാക്ക് എന്താണെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ സഈദ് ബിൻ മുസയ്യിബ് റഹ്മഹുല്ലാ ഇപ്രകാരം പറഞ്ഞു, ഖൗലുൽ അബ്ദ് ലിൽ മുദ്നിബ് ലിസയ്യിദിൽ ഫള്. പാപം ചെയ്ത അടിമ കഠിന സ്വഭാവിയായ യജമാനോട് പറയും പ്രകാരമുള്ള വാക്ക്. അവർക്ക് എളിമയാകുന്ന ചിറക് താഴ്ത്തി കൊടുക്കണം. ഇങ്ങനെ പെരുമാറുവാൻ നമുക്ക് സാധിച്ചാൽ ഏതൊരാളോടും വിനയം കാട്ടാൻ നമുക്ക് സാധിക്കും. അഞ്ചാമത്തത്, അവർക്ക് വേണ്ടി റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. എൻ്റെ റബ്ബേ, അവർക്ക് രണ്ടാളും എന്നെ ചെറുപ്പത്തിൽ വളർത്തിയുണ്ടാക്കിയതുപോലെ നീ അവരോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരോട് വിനയത്തോടുകൂടി പെരുമാറാനുള്ള തൗഫീക്ക് നമുക്ക് അല്ലാഹു തആല നൽകും. ചിലതൊക്കെ മറ്റുള്ളവരിൽ പ്രയോഗിക്കുമ്പോൾ അത് വലിയ മാറ്റമായിരിക്കും. താഴ്മയുടെ പ്രകടനമാണ്. വിശ്വാസികളോട് താഴ്മയോടുകൂടി പെരുമാറുക എന്നത് ഖുർആൻ്റെ കൽപ്പനയാണ്. വഖ്ഫിദ് ജനാഹക ലിൽ മുഅ്മിനീൻ. വിശ്വാസികളോട് നിന്റെ ചിറകുകൾ താഴ്ത്തുക എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞു. ഹദീസിൽ പറയുന്നു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബു ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. നിങ്ങളെല്ലാവരും തനിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് തൻ്റെ സഹോദരന് വേണ്ടി ആഗ്രഹിക്കുന്നത് വരെ വിശ്വാസിയായിരിക്കുകയില്ല. വലിയൊരു വിശാലാർത്ഥത്തിലുള്ള ഹദീസാണ്. സ്വഭാവത്തിലും അങ്ങനെ തന്നെ. മറ്റുള്ളവരോട് നമ്മൾ പെരുമാറുമ്പോൾ അവരെ വെറുപ്പിക്കുന്ന രൂപത്തിലൊരു പെരുമാറ്റം പാടില്ല. അവരിൽ നിന്ന് നമ്മൾ എന്ത്
പെരുമാറ്റമാണോ ഇഷ്ടപ്പെടുന്നത് അതേ പെരുമാറ്റം തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അഹങ്കാരത്തിൻ്റെ എല്ലാ അടയാളങ്ങളും ഒഴിവാക്കി വിനയത്തിൻ്റെ യഥാർത്ഥ അടയാളങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണം. അല്ലാഹു തആല അതിന് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.